ഹലോ ഗൈസ്, വെൽക്കം ടു ഡെസേർട്ട് ഡ്രൈവ്. നമ്മുടെ ചാനലിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു 95% വെഹിക്കിൾസും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളതായിരുന്നു. അതിൻ്റെ കാരണം UAE എന്നുള്ളത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ്. ഇവിടെയുള്ള ഏകദേശം ഒരു 90% വെഹിക്കിൾസും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ തന്നെയാണ് ഓടുന്നത്. അതിപ്പോൾ ചെറിയ കാറുകൾ മുതൽ വലിയ ട്രക്കുകളും ബസ്സുകളും വരെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കൂടുതലും UAEയിൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്ത്യയിൽ ഇപ്പോഴും മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു Hyundai Venue എന്ന മോഡലിൽ IMT എന്നുള്ളൊരു ഗിയർ ബോക്സ് കൊണ്ടുവന്നിരുന്നു. IMT, അതായത് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർക്ക് അത് കാണാം. അതിനു മുമ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാനുവലായിട്ട് എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, ആദ്യം തന്നെ നീ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എങ്ങനെ ഓടിക്കണമെന്ന് പറയാം, എന്നിട്ടല്ലേ അത് മാനുവലായിട്ട് ഓടിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട്. നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരൊന്നും ഇതേപോലെ ചോദിച്ചില്ല. ഒരു 10ഓളം ആൾക്കാർ എന്നോട് ചോദിച്ചു, പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ചെയ്തു, എങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനങ്ങൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് അറിയാവുന്ന പലരും ഉണ്ടാവും, എന്നാൽ അറിയില്ലാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതൊരു 2017 മോഡൽ ഷെവർലെ ക്രൂസ് ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഞാൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾക്ക് 2 പെഡലാണ് ഉണ്ടാവുക, ആക്സിലേറ്റർ പെഡലും അതുപോലെ തന്നെ ബ്രേക്ക് പെഡലും. ബ്രേക്ക് പെഡൽ കുറച്ച് വീതിയുള്ളൊരു ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. ക്ലച്ച് പെഡൽ ഉണ്ടാവില്ല, പകരം ഇവിടെ നമുക്ക് ഈ കാലിൽ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ടാവും. ഡെഡ് പെഡലുണ്ട്, ബ്രേക്ക് പെഡലുണ്ട്, ആക്സിലേറ്റർ പെഡലുണ്ട്. ഈ കാണുന്നതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളുടെ ഗിയർ ഷിഫ്റ്റർ. സൈഡിലായിട്ട് നമുക്ക് മാർക്കിങ്സ് കാണാം, PRND എന്നൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അതാണ് ഈ 4 ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈഡിലായിട്ട് M പ്ലസ് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവലായിട്ട് ഓടിക്കാനുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അതല്ലാതെ ഈ 4 കാര്യങ്ങൾ, അതായത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഗിയർ നോബിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു ബട്ടൺ നമുക്ക് കാണാം. ഇതാണ് ഗിയർ ഷിഫ്റ്ററിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത്. ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് വേണം നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവിലേക്കാണെന്നുണ്ടെങ്കിൽ, റിവേഴ്സിലേക്കാണെങ്കിലും, അല്ല പാർക്കിലേക്കാണെങ്കിലും, ഏതിലേക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഗിയർ നോബിൻ്റെ ഒരു ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണായിട്ട് നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട്. ഓരോ വാഹനങ്ങളിലും ഈ ഒരു ബട്ടൺ ഇരിക്കുന്ന ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാകും. ചില വാഹനങ്ങൾക്ക് സൈഡിലായിരിക്കും, ചില വാഹനങ്ങൾക്ക് മുകളിലായിരിക്കും. അങ്ങനെ ഈ ഒരു ഗിയർ നോബിൽ തന്നെ അതിൻ്റെ ഒരു പ്രസ് ചെയ്യാവുന്ന ഒരു ഭാഗം ഉണ്ടാവും, അതായിരിക്കും അതിൻ്റെ ബട്ടൺ. ഇപ്പോൾ ഈ ഒരു ഗിയർ നോബ് P എന്നുള്ള ലെറ്ററിൻ്റെ നേരെയാണ് കിടക്കുന്നത്. അതായത് പാർക്ക് മോഡിലാണ് ഇപ്പോൾ ഈ വാഹനം നിൽക്കുന്നത്. പാർക്ക് എന്ന മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഹനം നിർത്താനായിട്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു P എന്നുള്ള മോഡിലേക്ക് മാറ്റിയിട്ട് വേണം വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അതായത് വാഹനം നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ Pയിൽ ഇട്ടിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും Pയിൽ ഇട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഒരു മോഡാണ് ഈ P എന്ന് കാണിക്കുന്നത്, അതായത് പാർക്ക് എന്നുള്ളത്. അതിൻ്റെ താഴെ R എന്ന് കാണാം, അതായത് റിവേഴ്സ്. നമ്മൾ ഈ ഗിയർ നോബ് Pയിൽ നിന്ന് പിന്നിലേക്ക് ആക്കുമ്പോൾ നേരെ റിവേഴ്സ് ഗിയറിലേക്കാണ് വരുന്നത്. അതിൻ്റെ താഴെ N എന്ന് കാണാം, അതായത് ന്യൂട്രൽ. നമ്മൾ സാധാരണ മാനുവലുള്ള പോലെ തന്നെ ന്യൂട്രലാണ്. അത് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിന് താഴെ നമുക്ക് D എന്ന് കാണാം, അതായത് ഡ്രൈവ്. നമുക്ക് വാഹനം മുന്നോട്ട് ഓടിക്കാനുള്ള ഓപ്ഷനാണ് ഈ D എന്നുള്ളത്. നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ ഇവിടെ P എന്ന് കാണാം, അതായത് ഇപ്പോൾ പാർക്ക് മോഡലാണ് ഈ വാഹനം കിടക്കുന്നത്. ഇനി നമ്മൾ റിവേഴ്സിലേക്ക് ഇടുമ്പോൾ R എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ന്യൂട്രലിലേക്ക് ഇടുമ്പോൾ അവിടെ N എന്ന് വരും. അത് കഴിഞ്ഞ് ഡ്രൈവിലേക്ക് ഇടുമ്പോൾ D എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഏത് ഗിയറിലാണ് വാഹനം ഉള്ളതെന്ന് അറിയാനും സാധിക്കും. ബ്രേക്ക് പെഡൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ ഗിയറെല്ലാം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ ഗിയർ നോബിൻ്റെ ഫ്രണ്ടിൽ കാണിച്ച ആ ഒരു സ്വിച്ച് അമർത്തിയിട്ട് ഇപ്പോൾ ഞാൻ റിവേഴ്സിലേക്ക് ഇട്ടു. ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് പെഡലിൽ നിന്ന് പയ്യെ കാലെടുക്കുകയാണെങ്കിൽ വാഹനം റിവേഴ്സ് പോകും. അതുപോലെ അതിൻ്റെ പുറകിലായിട്ടാണ് N, അതായത് ന്യൂട്രൽ. നമ്മൾ സാധാരണ മാനുവൽ ഗിയർ ബോക്സ് വാഹനങ്ങളുള്ള പോലെ തന്നെ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് D, അതായത് ഡ്രൈവ്. ഇനി നമ്മൾ കാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുകയാണെങ്കിൽ വാഹനം മുന്നോട്ട് പോകും. അതാണ് ഡ്രൈവ് മോഡ് എന്നുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഈ പ്ലസ് മൈനസ്, അതായത് ഡ്രൈവ് മോഡിൻ്റെ മാനുവൽ മോഡ്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ Dയിലാണ് വാഹനം കിടക്കുന്നത്. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഗിയറാണ് ഈ D എന്നുള്ളത്. ചില വാഹനങ്ങളിൽ അത് A എന്ന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ചില വാഹനങ്ങൾക്ക് ഈ P എന്നുള്ളത് ഉണ്ടാവില്ല, പാർക്കിൻ്റെ ഉണ്ടാവില്ല. എന്നാലും ബാക്കി R, N, D എന്നുള്ളത് ഉണ്ടാവും.
പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു PRND എന്നുള്ളൊരു ഓർഡറിൽ തന്നെയായിരിക്കും ഗിയറിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ വാഹനം D എന്നുള്ള മോഡലാണ്, അതായത് ഡ്രൈവ് മോഡലാണ്. മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഗിയറിലാണ് ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത്. ഇനി നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, അതിന് ശേഷം ബ്രേക്ക് പെഡലിൽ നിന്ന് പയ്യെ കാലെടുക്കുമ്പോൾ വാഹനം മുന്നോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ D എന്നുള്ള മോഡ്. അതുപോലെ നമുക്ക് റിവേഴ്സിലേക്ക് ഇടുക, ബ്രേക്ക് പെഡലിൽ നിന്ന് പയ്യെ കാലെടുക്കുക, വാഹനം റിവേഴ്സ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനങ്ങളുടെ ഗിയർ ഷിഫ്റ്റ് പാറ്റേൺ. അതായത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നുള്ള ഒരു ഓർഡറിൽ തന്നെയായിരിക്കും. പാർക്കിൽ നിന്ന് റിവേഴ്സിലേക്ക് ഇടാം നമുക്ക് പിന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റിവേഴ്സിൽ നിന്ന് ന്യൂട്രലും കഴിഞ്ഞ് ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടും പോകാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനം ഓടിക്കുക എന്നുള്ളത്. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വാഹനങ്ങൾ ഓടിക്കാനായിട്ടൊരു സുഖമില്ല, മാനുവലാണ് സുഖം എന്നുള്ളത്. പക്ഷേ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്നാലും AMT ഗിയർ ബോക്സ് ഓടിച്ചിട്ട് ഒരിക്കലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് പല ടൈപ്പ് വരുന്നുണ്ട്. ടോർക്ക് കൺവേർട്ടർ, CVT, DSG, DCT അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു AMT ഗിയർ ബോക്സ് ഓടിച്ചിട്ട് ഒരിക്കലും ഓട്ടോമാറ്റിക്കിനെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തന്നെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.